മലയാള തനിമ എന്ന് പറഞ്ഞാൽ ഹലോ ഏത് നൂറ്റാണ്ടിലെ മലയാള തനിമ എന്നാണ് ചോദിക്കുന്നത്. 10-ാം നൂറ്റാണ്ടിലെ മലയാള തനിമയാണെങ്കിൽ മലയാളമില്ല. എന്നാണ് ഈ മലയാളം ഉണ്ടായത്? എഴുത്തച്ഛൻ ഒന്ന് പുതുക്കിയെടുത്ത രാമായണം എഴുതി തന്നെ, അത് തന്നെ 300 കൊല്ലം 350 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ മലയാള തനിമ എന്നുള്ളത് ഇസ് ജഡ്ജ്മെൻ്റൽ, ഇസ് പ്യുവർലി ജഡ്ജ്മെൻ്റൽ. ഈ സെറ്റ് മുണ്ട് ഉടുക്കുന്ന മലയാള തനിമ എന്ന് പറയുന്നത് ശുദ്ധ പോഷ്കാണ്. കാരണം സെറ്റ് മുണ്ട് ഈയിടെ വന്ന പരിഷ്കാരമാണ്. കാരണം പ്രത്യേകിച്ച് സാരി ഇടത്തെ തോളി തുണി ഇടുന്നത് സാരിയെ അനുകരിച്ച് വന്നതാണ്. സാരി പോപ്പുലറായത് സ്വാതന്ത്ര്യ സമരകാലത്താണ്. അതിനും പുറകോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഈ ഭൂഖണ്ഡങ്ങൾ ഒന്നിച്ചാണ് കിടന്നിരുന്നത്. ആഫ്രിക്കയുടെ ഭാഗം ആഫ്രിക്കയും ഇന്ത്യയും കൂടി ഒന്നിച്ചേർന്നത് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം എന്നാണ്. കട്ടപ്പനയിൽ നിന്നാണ് കിട്ടിയ തവള. അത് ആഫ്രിക്കയുടെ കരയിലുണ്ടായിരുന്ന തവളയാണ്. ആഫ്രിക്ക ഇന്ത്യയും കൂടെ ചേർന്നിരുന്നു എന്നുള്ളതിൻ്റെ ഒന്നാന്തരം തെളിവാണ്. നിയാണ്ടർത്താൽ ആൾക്കാർ അവർക്ക് വംശനാശം സംഭവിച്ചത് അവർക്ക് രോഗപ്രതിരോധ ശക്തി കുറവായിരുന്നു എന്നുള്ളതാണ്. 60,000 കൊല്ലം മുമ്പ് ആഫ്രിക്കയിൽ നിന്ന് ആദ്യമായിട്ട് നമ്മുടെ ആൾക്കാർ അവിടെ വന്ന് സെറ്റിൽ ചെയ്താണ് വയനാട്ടിലൊക്കെ. ഇപ്പോഴും നീഗ്രോയിഡ് റേസാണ് അവർ. സിക്കിൾ സെൽ അനീമിയ അന്ന് അവർ കൊണ്ടുവന്നാണ് 60,000 കൊല്ലം മുമ്പ്. ഇപ്പോഴും അവർക്കിടയ്ക്ക് സിക്കിൾ സെൽ അനീമിയാണ്, അരിവാൾ രോഗം. അപ്പം നമ്മൾ തറവാട്ട് മഹിമയെ പറ്റി പറയുമ്പം തീർച്ചയായിട്ടും ആഫ്രിക്ക വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു ഭൂഖണ്ഡമാണ്. അതെ അതെ അതെ. നമ്മുടെ തറവാട് വന്ന് അവസാനിക്കുന്നത് അല്ലെങ്കിൽ ചെന്ന് അവസാനിക്കുന്നത് ആഫ്രിക്കയിലേക്കാണ്. അതെ അതെ അതെ. നദീതടത്തിൽ നിന്ന് നമ്മളൊരു ഒരു കോസ്മോപൊളിറ്റൻ ആയിട്ടുള്ള ഒരു പ്രാചീന ട്രേഡിംഗ് പോർട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ അവിടെ ലോകത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗത്തു നിന്നുമുള്ള വ്യാപാരികൾ, വ്യവസായികൾ ഒക്കെ വരികയും അവർ തദ്ദേശീയരുമായി ചേർന്ന് കച്ചവടം നടത്തുകയും ഇവിടെ നിന്ന് കുരുമുളകും സ്പൈസസും ഒക്കെ ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് കൊണ്ട് അവിടെ നിന്നുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്തൊരു കാലഘട്ടം. ചൈനക്കാരും ഈവൻ അറബ്സ് അല്ലെങ്കിൽ നമ്മുടെ ഗ്രീക്ക്, റോമൻ ആളുകളൊക്കെ ഏതാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വന്നിരുന്ന ഒരു കാലഘട്ടമാണ് മുസിരിസിൻ്റെ പുഷ്കല കാലഘട്ടം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വന്നിരിക്കുന്ന കൂടിച്ചേരലുകൾ പ്രത്യേകിച്ചും സംസ്കാരത്തിൻ്റെ കാര്യത്തിലും മാത്രമല്ല നമ്മുടെ എല്ലാ തരത്തിലുള്ള മിക്സിങ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഹ്യൂമൻ എവല്യൂഷനിൽ ഇതെല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട്. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ നമ്മളൊരു ഇൻ്റർനാഷണൽ ഒരു എക്സ്പോഷർ നമുക്ക് നമ്മുടെ സമൂഹത്തിന്, പ്രത്യേകിച്ചും കേരള സമൂഹത്തിന് വന്നത് ഈ പറയുന്ന മുസ്ലിംസിൻ്റെ കാലഘട്ടത്തിലായിരിക്കണം. ഒരു ഇന്റർനാഷണൽ ട്രേഡ് പോസ്റ്റ് എന്ന രീതിയിൽ, ട്രേഡ് പോർട്ട് എന്ന രീതിയിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു പുറകോട്ട് കുറച്ചുകൂടി പോയാൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, നമ്മുടെ പ്രത്യേകിച്ചും ദ്രാവീഡിയൻ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ പ്രത്യേകിച്ചും ഈ പറയുന്ന അബോറിജിനലായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മൾ ആദിവാസികൾ എന്ന് പറയുന്ന ആളുകൾ, എയർലി സെറ്റിലേഴ്സ്, ഇവരുടെയൊക്കെ ഒരു ട്രേസസ് ആഫ്രിക്ക വരെ നീളുന്നുണ്ട്. അപ്പോൾ ഈ ആന്ത്രപ്പോളജി, നരവംശാസ്ത്രത്തിൽ നമ്മൾ ഈ കാണുന്ന കൂടിച്ചേരലുകളുടെ, കൾച്ചറിൻ്റെ മാത്രമല്ല മനുഷ്യൻ്റെ പല ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളുടെ കൂടിച്ചേരലുകളുടെ ഒക്കെ ഒരു പഠനമാണ്. അല്ലെങ്കിൽ അതിൽ ജെനറ്റിക്സിൻ്റെ ഒരു ആവിർഭാവത്തോടെ അല്ലെങ്കിൽ ജെനറ്റിക്സ് കൂടുതൽ ശക്തി പ്രാപിച്ചതോടുകൂടി ഈ ആന്ത്രപ്പോളജിയിൽ വലിയൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. പല മിഥ്യാധാരണകളും പൊളിഞ്ഞു, പുതിയ കാര്യങ്ങൾ അതിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. മാത്രമല്ല കൂടുതൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കൃത്യമായ ഒരു ക്ലാരിറ്റിയിൽ ആന്ത്രപ്പോളജിയിൽ പലതരത്തിലും നമുക്ക് ഈ നരവംശാസ്ത്രത്തെ നോക്കിക്കാണാൻ പറ്റും. ഇതിനെപ്പറ്റി പ്രത്യേകിച്ചും കേരളത്തിനെ സംബന്ധിച്ച് ഒരു നമ്മുടെ ജനിതകത്തെ പറ്റി പ്രത്യേകിച്ചും ഒരു ഡീപ്പ് സ്റ്റഡി നടന്നിട്ടുണ്ട്, ഇനിയും നടക്കേണ്ടതുണ്ടാവാം. അപ്പോൾ ഈ ഒരു ഭൂഖണ്ഡങ്ങളുടെ ഒരു 2-3 ഭൂഖണ്ഡങ്ങളുടെ ചിതറിക്കിടക്കുന്ന ഈ ഒരു സമൂഹം, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ചിതറിക്കിടക്കുന്ന സമൂഹം, നിയാണ്ടർത്താലുമായിട്ടുള്ള കൂടിച്ചേരലുകൾ, ഇതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട് സാറിൻ്റെ ഒരു അഭിപ്രായം? ആദ്യമായിട്ട് ഈ സീരീസ് എന്നുള്ളതിൻ്റെ പ്രാധാന്യം അതൊട്ടും കുറച്ച് കളയുന്നില്ല. കാരണം ഏർലി AD ആ സമയത്ത് വന്നിരുന്നു എന്നുള്ളതാണ്. ക്ലേ പോട്ട്സും അത്തരം നമുക്കവിടെ ഖനനം ചെയ്ത് കിട്ടിയിട്ടുള്ള പലതും പ്രൂവ് ചെയ്യുന്ന AD 1-ാം നൂറ്റാണ്ട് 2-ാം നൂറ്റാണ്ടിലൊക്കെ ഉണ്ടെന്നുള്ളതാണ്. ചരിത്രം അത്രയും പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യം മറക്കുന്നത്, ഇതൊക്കെ കടൽ തീരത്തുള്ള ഉദാഹരണങ്ങളാണ്, തെളിവുകളാണ്. പക്ഷേ കരവഴിയും അതിന് മുൻപ് തന്നെ ആൾക്കാർ വന്നുകൊണ്ടിരുന്നതാണ്.
കരവഴിയുള്ള കണക്ഷൻ പണ്ട് മുതലേ അവിടുന്ന് ഇറാൻ ഏരിയയിലും ഇറാൻ അങ്ങനെ സ്ഥലം പിന്നീട് അതിൽ കൂടുതൽ പടിഞ്ഞാറ് നിന്ന് പോലും ആൾക്കാർ വന്നിരുന്നാണ് പല പീരീഡുകളിലായിട്ട് കൃഷി വ്യാപിച്ചത്, നെൽകൃഷി വ്യാപിച്ചത്. ഇങ്ങനെയുള്ള ഒരുപാട് നെൽകൃഷി എന്നാണ് തുടങ്ങിയതിനെക്കുറിച്ചൊക്കെ പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുസീരിസ് കടൽ വഴി വന്നതിനെക്കുറിച്ചുള്ള നമ്മളുടെ ചിന്തയാണ് അവിടെ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. മുസീരിസിൻ്റെ കാര്യത്തിൽ കരവഴി വന്നതിൻ്റെ വ്യത്യാസങ്ങളും അതിനും പുറകോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഈ ഭൂഖണ്ഡങ്ങൾ ഒന്നിച്ചാണ് കിടന്നിരുന്നത്. ആഫ്രിക്കയുടെ ആഫ്രിക്കയും ഇന്ത്യയും കൂടി ഒന്നിച്ചേർന്നത്. അതാണ് നമ്മളുടെ തവളയെക്കുറിച്ച് പഠിക്കുന്ന ഡോക്ടർ ബിജു, അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തമാണ്. കട്ടപ്പനയിൽ നിന്നാണ് കിട്ടിയ തവള. അത് ആഫ്രിക്കയുടെ കരയിലുണ്ടായിരുന്ന തവളയാണ്. ആഫ്രിക്ക ഇന്ത്യയും കൂടെ ചേർന്നിരുന്നു എന്നുള്ളതിൻ്റെ ഒന്നാന്തരം തെളിവാണ്. അവിടെ കാണുന്ന തവള ആണ് എക്സാക്ട്ലി നമ്മൾ കട്ടപ്പനയിൽ നിന്ന് കിട്ടിയത്. ബറിയിങ് ദ ബ്ലൂ ഫ്രോഗാണ് അത്. സഹ്യാദ്രിയൻസിസ് എന്നാണ് ഇതിൻ്റെ സ്പീഷീസ് നെയിം, സഹ്യാദ്രിയിൽ നിന്ന് കിട്ടിയത്. അപ്പം പറയുന്നത് ഈ കലർച്ചകളും മനുഷ്യൻ്റെ വ്യാപാരങ്ങളും അവൻ്റെ മൈഗ്രേഷനും അവൻ്റെ ദീർഘനാളത്തെ ദേശാടനങ്ങളും പണ്ടേ നടന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ പല കൂടിച്ചേരലുകളും അപ്പോൾ ഇവിടെയല്ല നടന്നിരുന്നപ്പോൾ ഇവിടെയല്ല എന്താണ് ചെയ്യുന്നത്? കൂടിച്ചേരൽ എന്ന് വെച്ചാൽ DNA ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഒരാളിൽ നിന്ന് മറ്റൊന്നിലേക്ക്. അപ്പോൾ പിന്നെ ഈ കണ്ടുപിടിച്ചാണ് നമ്മളിൽ 4% ഇപ്പോഴില്ലാതെ വംശനാശം സംഭവിച്ച നിയാണ്ടർത്താൽ DNA നമ്മളിലുണ്ട്. നിയാണ്ടർത്താലുമായിട്ടുള്ള വീഴ്ചകൾ നടന്നതിനെക്കുറിച്ച് ഈ അറിവ് കിട്ടിയത്. നിയാണ്ടർത്താൽ സ്ത്രീകളുമായിട്ടായിരുന്നു നമ്മുടെ ഹോമോസാപ്പിയൻസിൻ്റെ പുരുഷന്മാർ നിയാണ്ടർത്താൽ സ്ത്രീകളെ അങ്ങോട്ട് പോയി അന്നാണ് തെളിവ് വന്നിരിക്കുന്നത്. അതിനൊക്കെ ജനറ്റിക് തെളിവുകളുണ്ട്. അവരിലെ പുരുഷന്മാർ നമ്മളുടെ സ്ത്രീകളെ കല്യാണം കഴിക്കുന്നതിന് കൂടുതൽ, കല്യാണം എന്ന് വെച്ചാൽ ഇന്നത്തെ കല്യാണമല്ല, ഹാവിങ് വീഴ്ചയുണ്ട് എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ അതുവഴി അതുപോലെ മൺമറഞ്ഞു പോയ മറ്റൊരു ഹ്യൂമൻ സ്പീഷീസ് ഉണ്ട്, ഡെനിസോവൻസ് ഉള്ളത്. അവിടെ ഡെനിസോവൻസിൻ്റെ കൂടുതൽ മിങ്കിളിൽ കാണുന്നത് ബംഗ്ലാദേശ് ഇതിലാണ്. ഡെനിസോവൻ DNA കൊണ്ട് എന്താണ് സംഭവിച്ചത് മനുഷ്യനെന്ന് വെച്ചാൽ പല രോഗങ്ങളെയും പ്രതിരോധിക്കാനുള്ള കഴിവ് കുറഞ്ഞു പോയി എന്നുള്ളതാണ്. നിയാണ്ടർത്താൽ ആൾക്കാർ അവർക്ക് വംശനാശം സംഭവിച്ചത് അവർക്ക് രോഗപ്രതിരോധ ശക്തി കുറവായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിൽ ഒരു കാരണം അതായിരുന്നു, അവരില്ലാതെയായിരുന്നു. അപ്പോൾ ഡെനിസോവൻ ജീൻസുകൾ ബംഗ്ലാദേശ് ആ ഭാഗത്തുള്ള ടിബറ്റ് ബംഗ്ലാദേശ് ഏരിയയിൽ ഇപ്പോഴും ഒരുപാടുണ്ട്. കോവിഡ് സമയത്ത് അത് വളരെ പ്രകടമായിരുന്നു. കാരണം കോവിഡ് വന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചത് കമ്പാരിറ്റീവ്ലി സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ ആ ഏരിയയിലാണ്, ബംഗ്ലാദേശ് ടിബറ്റ് ആ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പെർ 100. അസുഖം വന്ന ഓരോ 100 പേരെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മരിച്ചിരിക്കുന്ന അവിടെയാണ്. ഡെനിസോവൻ ജീനുകളുകൊണ്ടാണെന്ന് DNA കൊണ്ടാണെന്നാണ് പറഞ്ഞു വരുന്നത്. DNA കലർപ്പുകളെക്കുറിച്ച് കൂടുതൽ അറിവ് വന്നതോടെ ആന്ത്രോപോളജി എന്ന ശാസ്ത്രം കംപ്ലീറ്റ്ലി റീഡിഫൈൻ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. ആന്ത്രോപോളജി ഈ DNA എവിഡൻസ് വരുന്നതിന് മുൻപ് മനുഷ്യൻ്റെ ആകാരം, അവൻ്റെ പൊക്കം, വണ്ണം, അവൻ്റെ മുഖഭാവങ്ങൾ, മുഖത്തുള്ള മൂക്കിൻ്റെ ആകൃതി, കണ്ണിൻ്റെ ആകൃതി, അതുപോലത്തെ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് മാത്രം ബേസ്ഡ് ആയിരുന്നു ആന്ത്രോപോളജി എന്നുള്ള വർക്ക് ചെയ്തത്. അതും കംപ്ലീറ്റായിട്ട് മാറി, പൂർണ്ണമായിട്ടും മാറിയിട്ട് DNA എവിഡൻസ് വന്നതോടെ വളരെ കൃത്യമായിട്ട് നമ്മൾക്ക് അവരെ ഒരിടത്ത് പ്രതിഷ്ഠിക്കാൻ പറ്റി. വി കുഡ് പ്ലേസ് ദം പ്രോപ്പർലി ബൈ DNA എവിഡൻസ്. ബിക്കോസ് DNA അങ്ങനെയാണ് കണ്ടുപിടിച്ചത്. ഒരു ഹോമോസാപ്പിയൻസ് പുരുഷൻ ഒരു നിയാണ്ടർത്താൽ സ്ത്രീയെ, കാരണം അതിൽ അമ്മയുടെ DNA എവിടെ നിന്ന് വന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം. നമ്മുടെ DNA അച്ഛൻ്റെ DNA എവിടെ നിന്ന് വന്നു, അമ്മയുടെ DNA എവിടെ നിന്ന്, അതെല്ലാം അങ്ങനത്തെ പ്രൂഫ് വന്നതോടെ ആന്ത്രോപോളജി എന്നുള്ള ശാസ്ത്ര ശാഖ മുഴുവൻ മാറിപ്പോയി എന്നുള്ളതാണ്. ആന്ത്രോപോളജി മുഴുവൻ DNA ബേസ്ഡായി മാറി. ട്രഡീഷണൽ ആന്ത്രോപോളജിസ്റ്റുകൾ ഇല്ലാതെയായി. കാരണം അവർക്ക് മോളിക്കുലർ ബയോളജി അറിയാൻ വയ്യ. അവരുടെ തെറ്റല്ല, സമയം മാറി എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് അറിവുകളാണ് അതിനെക്കുറിച്ച് കിട്ടുന്നത്. നമ്മുടെ ഒറിജിൻ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞതെന്നറിയാൻ വയ്യ. നമുക്ക് സിക്കിൾ സെൽ അനീമിയ ഇപ്പോഴും പരന്നുകൊണ്ടിരിക്കുകയാണ് വയനാട്ടിൽ. സിക്കിൾ സെൽ അനീമിയ 60,000 കൊല്ലം മുമ്പ് ആഫ്രിക്കയിൽ നിന്ന് ആദ്യമായിട്ട് നമ്മുടെ ആൾക്കാർ അവിടെ വന്ന് സെറ്റിൽ ചെയ്താണ് വയനാട്ടിലൊക്കെ. ഇപ്പോഴും നീഗ്രോയിഡ് റേസാണ് അവർ. സിക്കിൾ സെൽ അനീമിയ അന്ന് അവർ കൊണ്ടുവന്നതാണ് 60,000 കൊല്ലം മുമ്പ്. ഇപ്പോഴും അവർക്കിടയ്ക്ക് സിക്കിൾ സെൽ അനീമിയ ഉണ്ട്, അരിവാൾ രോഗം. അതിപ്പോഴും നമ്മുടെ സാധാരണ ആൾക്കാരിലേക്കും പടരുന്നു. കാരണം ആൾക്കാർ തമ്മിൽ കൂടിച്ചേർന്നാൽ അവിടെ വീഴ്ച എന്നുള്ളത് നടക്കും, ഇൻവേരിയബിളി അത് നടക്കും. അങ്ങനെ നടക്കുമ്പോൾ എന്താണ് DNA നമ്മൾ ഷെയർ ചെയ്യുക. അപ്പോൾ സിക്കിൾ സെൽ അനീമിയ ആ ഏരിയയിൽ സാധാരണക്കാർക്കും
സിക്കിൾ സെൽ അനീമിയ പടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഇടയ്ക്ക്. സോ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ആ ഭാഗത്തു നിന്ന് കല്യാണം കഴിക്കുന്ന ഒരു ജനറ്റിക് DNA ടെസ്റ്റ് നടത്തി സിക്കിൾ സെൽ അനീമിയയുടെ ജീനുണ്ടോ, ഇറ്റ്സ് നമുക്കിപ്പോഴും തമാശ തോന്നുന്നോ, അതൊരു മാരകമായ ഡിസീസാണ്. സിക്കിൾ സെൽ അനീമിയയുടെ 2 ജീനും അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും കിട്ടിയെങ്കിൽ കാര്യം പോക്കാണ്, നമ്മൾ മരിച്ചു പോകുന്നുള്ളതാണ്. ചെറിയ രീതിയിൽ നമുക്ക് ജീവൻ നിലനിൽക്കും, പക്ഷേ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ മോശമായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ വന്നെങ്കിൽ അതിനുള്ള സാധ്യതകൾ കുറവാണ്. എങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ആന്ത്രോപോളജിയെ മുഴുവനായിട്ട് മാറ്റിമറിക്കുകയും വംശശുദ്ധി എന്നൊരു വാക്ക് തന്നെ ഇല്ലാതെയാകും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ വംശശുദ്ധി എന്നൊരു വാക്കേ ഇല്ല. കാരണം ഏതൊക്കെ വംശമാണ്, ഏതാണ് ശുദ്ധമായ വംശം എന്നുള്ളതില്ല. നമ്മളെല്ലാം കൂടിക്കലർപ്പുകളാണെന്നുള്ളത് നമ്മൾ മലയാളികളുടെ കാര്യമല്ല, ലോകത്തുള്ള മിക്കവാറും ജനതകൾ കൂടിക്കലർപ്പുകളാണ് എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നത്. അപ്പോൾ ആന്ത്രോപോളജി എന്നുള്ളത് മുഴുവൻ, ട്രഡീഷണൽ ആന്ത്രോപോളജി മുഴുവൻ മാറിപ്പോവുകയും ചെയ്തതോടെ നമ്മുടെ ചരിത്രം തന്നെ മാറ്റി എഴുതപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ഈ കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിനകം നടന്ന സംഗതിയാണ്. ചരിത്രം പോലും മാറ്റി എഴുതപ്പെട്ടു കൃത്യമായിട്ട്. അതാണ് നമ്മളിപ്പോഴത്തെ പുതിയ അറിവ്. എന്ന് വെച്ചാൽ നമ്മൾ എവിടെ നിൽക്കുന്നു, ഹു ആർ അസ് എന്നുള്ള ചോദ്യത്തിന് കൂടുതൽ കൃത്യതയാർന്ന ഒരു ഉത്തരമാണ് നമ്മൾ ഇപ്പോൾ കിട്ടുന്നത് എന്നുള്ളത്. അതാണ് സത്യം. അവിടെയാണ് ശാസ്ത്രം നമ്മെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അതെ. അപ്പോൾ നമ്മൾ ഈ മുസീരീസിൻ്റെയോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ അതിനപ്പുറത്തേക്കും ചിന്തിക്കേണ്ടതാണ്. മുസീരീസിന് പിൻപ് എന്ത് സംഭവിച്ചു, എവിടെയായിരുന്നു നമ്മൾ, എന്തായിരുന്നു നമ്മുടെ ജനിതകം, എന്തായിരുന്നു നമ്മുടെ സ്വഭാവവിശേഷം, നമ്മുടെ കൾച്ചർ എന്തായിരുന്നു, സംസ്കാരം എന്തായിരുന്നു എന്നുള്ളതൊക്കെ അന്വേഷിക്കാൻ ഇപ്പോൾ വഴി തെളിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ശാസ്ത്രത്തിൽ കൂടി വഴി തെളിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. അതെ അതെ അതെ. അപ്പം നമ്മൾ തറവാട്ട് മഹിമയെ പറ്റി പറയുമ്പം തീർച്ചയായിട്ടും ആഫ്രിക്ക വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു ഭൂഖണ്ഡമാണ്. അതെ അതെ അതെ. നമ്മുടെ തറവാട് വന്ന് അവസാനിക്കുന്നത് അല്ലെങ്കിൽ ചെന്ന് അവസാനിക്കുന്നത് ആഫ്രിക്കയിലേക്കാണ്. അതെ 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 അതെ. അവരിൽ നിന്നും നമ്മൾ ആഫ്രിക്കൻ പ്രാപിച്ച പലത്. അതെ അതെ. പിന്നീട് ഈ ജനത നേരത്തെ ഉണ്ടായിരുന്നു. ഈവൻ മോഹൻജദാരോ ഹാരപ്പായിൽ നിന്ന് നമ്മൾ പറയുന്ന ആദിമദ്രാവിഡർ അവിടുന്ന് സൗത്തിലേക്ക് വന്നതാണ്. അത് ഒരു വലിയ മൈഗ്രേഷൻ തെളിവ് മാത്രമാണത്. അപ്പോൾ ആര്യ അധിനിവേശം വന്നപ്പോൾ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന സോക്കോൾഡ് ദ്രവീഡിയൻ, അത് ആദിമദ്രവീഡിയൻ എന്നാണ് പറഞ്ഞത്. ആദിമദ്രവീഡിയൻ തെക്കോട്ട് വരികയും അവർ തെക്കോട്ട് വന്നപ്പോൾ അവരും അത്ഭുതപ്പെട്ടു പോയി. ഇവിടെ ഓൾറെഡി ഒരു ജനതയുണ്ട്. 60,000 കൊല്ലം മുൻപ് വന്ന ജനത ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ അവരുമായിട്ട് അധികം കൂടിക്കലരാതെ അവർ വന്ന് മോഹൻജദാരോ ഹാരപ്പായിൽ നിന്നും വന്ന അന്നത്തെ ഭാഷ തന്നെ ഏകദേശം ദ്രവീഡിയൻ ഭാഷയാണെന്നുള്ള ചില തെളിവുകളുണ്ട് മോഹൻജദാരോ ഹാരപ്പ സ്ഥലങ്ങളിൽ. അവിടെ അങ്ങനെ വന്നതാണ്. പിന്നീട് നമുക്ക് കേരളത്തിലാണ് കൂടുതൽ കൂടിക്കലർപ്പുകൾ വന്നു. 4-ാം നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ടായപ്പോഴേക്കും കൂടുതൽ ആര്യന്മാർ ബ്രാഹ്മണർ ഇങ്ങോട്ട് വരുന്നു. അത് റീസെൻറ്റ് ഹിസ്റ്ററിയാണ്. 4-ാം നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് നമ്മൾ റീസെൻറ്റ് ഹിസ്റ്ററിയാണ്. അപ്പോൾ അത് പിന്നെയും കൂടിക്കലർപ്പുകളായി. അപ്പോൾ ഇതിലെല്ലാം സംസ്കാരം, ഭാഷ, ആഹാരരീതി, വസ്ത്രരീതി, ധാരണ രീതി ഇതെല്ലാം ഇതിൽ ഉൾപ്പെട്ടതാണ്. ഇതെല്ലാം മാറി മറിയുകയാണ്. അപ്പോൾ ഓരോ തവണയും ഇപ്പോൾ നമ്മൾ സംസ്കാരം അല്ലെങ്കിൽ നമ്മൾ മലയാള തനിമ എന്ന് നമ്മളിപ്പോൾ പറയുന്നത്, മലയാള തനിമ എന്ന് പറഞ്ഞാൽ ഏത് നൂറ്റാണ്ടിലെ മലയാള തനിമ എന്നാണ് ചോദിക്കുന്നത്. 10-ാം നൂറ്റാണ്ടിലെ മലയാള തനിമയാണെങ്കിൽ മലയാളമില്ല. ഈവൻ നേരത്തെ പറഞ്ഞ പോലെ 15-ാം നൂറ്റാണ്ടിലെ മലയാള തനിമ, അന്ന് പോലും മലയാളം നമ്മളീ പറയുന്ന മലയാളം ഇല്ല. അന്നത്തെ സന്ദേശകാവ്യങ്ങൾ ഉണ്ണുനീരി സന്ദേശം വായിച്ചാൽ തന്നെ അറിയാം 15-ാം നൂറ്റാണ്ടിലെ 14-ാം നൂറ്റാണ്ടിലെയാണ്. പകുതിയും തമിഴാണ്. എന്നാണ് ഈ മലയാളം ഉണ്ടായത്? എഴുത്തച്ഛൻ ഒന്ന് പുതുക്കിയെടുത്ത രാമായണം എഴുതി തന്നെ, അത് തന്നെ 300 കൊല്ലം 350 കൊല്ലം മറ്റേ ആയിട്ടുള്ളൂ. അപ്പോൾ മലയാള തനിമ എന്നുള്ളത് ഇറ്റ്സ് ജഡ്ജ്മെൻ്റൽ, ഇറ്റ്സ് പ്യുവർലി ജഡ്ജ്മെൻ്റൽ. യെസ്. ഇപ്പോൾ പറയുന്ന ഒന്നാമത് ഇപ്പോഴൊരു ഈ സെറ്റ് മുണ്ട് ഉടുക്കുന്ന മലയാള തനിമ എന്ന് പറയുന്നത് ശുദ്ധഭോഷ്കാണ്. കാരണം സെറ്റ് മുണ്ട് ഈയിടെ വന്ന പരിഷ്കാരമാണ്. കാരണം പ്രത്യേകിച്ച് സാരി ഇടത്തെ തോളിലേക്ക് ഒരു പീസ് ഓഫ് തുണി ഇടുന്നത് സാരിയെ അനുകരിച്ച് വന്നതാണ്. സാരി പോപ്പുലറായത് സ്വാതന്ത്ര്യ സമരകാലത്താണ്. ഗാന്ധിജിയും സരോജിനി നായിഡും അതുപോലത്തെ ഇവരുമൊക്കെ വഴിയാണ് സാരി. അതിന് മുമ്പ് സാരി പോലും ഇവിടെയില്ല. അപ്പോൾ മലയാളി തനിമ എന്ന് വെച്ചാൽ എന്നത്തെ മലയാളി തനിമ 1960-ലെ മലയാളി തനിമയല്ല, 2010-ലെ മലയാളി തനിമ. അപ്പോൾ ഈ തനിമ എന്നുള്ള വാക്ക് കംപ്ലീറ്റ്ലി റിലേറ്റീവ് ടേംസിൽ നമ്മൾ എടുക്കേണ്ടതാണ്.
അരി പോലും നമ്മുടെ അല്ല എന്നൊരു സത്യം വന്നതാണ്. കപ്പ നമ്മൾ വിചാരിക്കും കപ്പ നമ്മുടെയാണ്. കപ്പ ബ്രസീലിൽ നിന്ന് വന്നത്. അത് കാർത്തിക തിരുനാളോ മറ്റോ കൊണ്ടുവന്നതാണ്. കാർത്തിക തിരുനാളാണെന്ന് തോന്നുന്നു. കാർത്തിക തിരുനാൾ അറിഞ്ഞിട്ട് ഇത് വളരെ പെട്ടെന്ന് വളരും ഈ മണ്ണിൽ. അപ്പോൾ എളുപ്പമുണ്ട് വിശപ്പ് മാറ്റാൻ, കൾട്ടിവേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. വളരെ പെട്ടെന്ന് അത് ഫലം തരും. കുറച്ച് മാസങ്ങൾ മതി കപ്പ വളർന്ന് കിഴങ്ങ് നമുക്ക് കിട്ടും എന്നുള്ളത്. കപ്പ ബ്രസീലിൽ നിന്ന് വന്ന് അങ്ങനെ ഒരുപാടുണ്ട്. പറങ്കിയണ്ടി നമ്മൾ പറയുന്ന പറങ്കികൾ കൊണ്ടുവന്നു എന്നൊരു വിശ്വാസമുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് നടക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വരവും പോക്കും മിക്സിങ്ങും നടന്നുകൊണ്ടിരിക്കുക എല്ലാ കൾച്ചറിലും ഉള്ളതാണ്, ഇവിടെ മാത്രമല്ല. അപ്പോൾ തനിമ എന്നും തറവാടിത്ത പ്രഘോഷണം എന്നും പറയുന്നതിനെക്കുറിച്ച് നമ്മൾ കാൽപ്പനികമായിട്ട് ഇതിനെ നമ്മൾ എടുക്കാവുള്ളൂ. വസ്തുനിഷ്ഠമായിട്ട് നോക്കുമ്പോൾ ഇതിനൊന്നും നിലനിൽപ്പില്ലാത്തതാണ്. കാൽപ്പനികമായി കവിതയിലോ സാഹിത്യത്തിലോ വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലാതെ കാര്യമായിട്ട് നമ്മൾ ചരിത്രത്തെക്കുറിച്ചോ സംസ്കാരത്തെക്കുറിച്ചോ അന്വേഷിക്കുമ്പോൾ ഇതൊന്നും വില പോവുകയില്ല എന്നുള്ളതാണ്. മലയാള തനിമ എന്ന് പറയുന്ന ആ സംബന്ധമാണ്. ഇപ്പം നമ്മുടെ മലയാളം തന്നെ കഴിഞ്ഞ ഒരു 50 കൊല്ലം കൊണ്ട് ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും ഉണ്ട്. ആ 50 കൊല്ലത്തെ എഴുത്ത് രീതി നോക്കുകയാണെങ്കിൽ തന്നെ വ്യത്യാസമുണ്ട്. 50 കൊല്ലം മുൻപ് എഴുതിയ എഴുത്ത് രീതി അല്ലല്ലോ ഇപ്പോഴും. മലയാളം ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. പദങ്ങൾ മാറിയിട്ടുണ്ട്. പലയിടത്തുനിന്ന് പല ഭാഷയിൽ നമ്മൾ പദങ്ങൾ പണ്ടേ കടം കൊണ്ടിട്ടുള്ളതാണ്. പണ്ട് മുതലേ നമ്മുടെ പകുതി വാക്കുകൾ തന്നെ പോർച്ചുഗീസും പിന്നെ ഫ്രഞ്ചും ഡച്ചുമൊക്കെ വാക്കുകളാണ് നമ്മൾ ധാരാളം കടമെടുത്തിട്ടുള്ളതെന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ നരവംശാസ്ത്രത്തിൻ്റെ ഒരു മറ്റൊരു പോയിന്റ് ഓഫ് വ്യൂ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഡാർവിനുമായിട്ട് ബന്ധപ്പെട്ടാണ്, പരിണാമ സിദ്ധാന്തമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം അതിനെ നമ്മൾ നരവംശാസ്ത്രം മാത്രമായി നിർത്തുന്നിടത്താണല്ലോ ഇതിനകത്ത് കണ്ടിന്യൂറ്റി ഇല്ലാതെ വരുന്നത്. അപ്പം നമ്മുടെ മനുഷ്യൻ മാത്രമായിട്ടുള്ളത് ഒരു കാലഘട്ടത്തിൻ്റെ, അതിൽ പ്രത്യേകിച്ചും ഹോമോസാപ്പിയൻസിൽ അതിൽ തന്നെ കഴിഞ്ഞ 200 വർഷം അല്ലെ 2000 വർഷത്തെ മാത്രം ചരിത്രം എന്ന് പറയുന്നിടത്താണ് നമ്മൾ പലപ്പോഴും ആന്ത്രപ്പോളജിയെ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബിയോണ്ട് നരവംശം, നരനാകുന്നതിന് മുമ്പ് ആയിരുന്ന ജീവികളൊക്കെ നമ്മുടെ പിതാമഹന്മാർ തന്നെയാണല്ലോ. തീർച്ചയായും. അപ്പോൾ ഈ ഡാർവീനിയൻ അല്ലെങ്കിൽ ഈ പറയുന്ന പരിണാമ സിദ്ധാന്തത്തിൽ കൂടി അതിന് സഞ്ചരിച്ചിട്ടാണ് നമ്മുടെ DNA മെമ്മറി ഇപ്പോഴും നമ്മൾ ക്യാരി ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഈ DNA മെമ്മറിയിലുള്ള നമ്മുടെ പല അത്ഭുതങ്ങൾ, അല്ലെങ്കിൽ ഇതിൽ സാറിൻ്റെ യാത്രയിൽ കണ്ട ഇത്തരത്തിൽ നമ്മൾ മനുഷ്യരെന്ന് പറയുമ്പോഴും ഈ വലിയൊരു യാത്രയുടെ ഒരു സഞ്ചാരത്തിൻ്റെ ഒരു പാതയിലാണ് നമ്മൾ. അതിൽ എവിടെയോ നമ്മൾ എത്തി നിൽക്കുന്നു, എവിടെയാണെന്ന് അറിയില്ല, എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. അതിനെപ്പറ്റിയുള്ള 1-2 കാര്യങ്ങൾ ഷെയർ ചെയ്യാമോ? ഈ DNA മെമ്മറിയുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ മനുഷ്യന് മുമ്പ് മറ്റ് ഈ പരിണാമത്തിൻ്റെ അവശേഷിപ്പുകൾ എന്ന രീതിയിൽ. നമ്മുടെ DNA ആണ് നമ്മുടെ ഒരു 98% എയ്പ്പിൻ്റെ ആൾക്കുരങ്ങിൻ്റെ DNA ആണ് ഇപ്പോഴും നമുക്കുള്ളത് വാസ്തവത്തിൽ. അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്നേ ഉള്ളൂ. ഈ മനുഷ്യൻ്റെ പരിണാമത്തെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ജീവികൾ ആവിർഭവിച്ചത് മുതൽ ഇന്ന് വരെയുള്ളത് 24 മണിക്കൂർ ഒരു ദിവസമാണെന്ന് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ മനുഷ്യൻ പരിണമിച്ച് വന്നിട്ട് അവസാനത്തെ 1 മണിക്കൂറിലാണ്. 23-ാം മണിക്കൂർ മുതൽ 24-ാം മണിക്കൂറിൽ മാത്രം ഉണ്ടായി വന്ന ജന്തുവാണ് മനുഷ്യൻ എന്നുള്ളത്. ഏറ്റവും ഈയിടെ വന്ന് എന്ന് വെച്ചാൽ 24 മണിക്കൂർ നോക്കുമ്പോൾ 23-ാം മണിക്കൂറിൽ വന്ന അത്ര ആയുസ്സുള്ളൂ നമുക്ക്. അത്ര ആയുസ് മാത്രമേ മനുഷ്യർക്കുള്ളൂ വാസ്തവത്തിൽ. എപ്പോഴും ഈയിടെ പരിണമിച്ച് വന്നാണ്. നമ്മുടെ തലച്ചോറാണെങ്കിൽ അത് വേഗം പരിണമിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ജന്തുക്കൾക്കും പറ്റാത്ത വിധത്തിൽ വളരെ പെട്ടെന്ന് പരിണമിക്കുന്ന തലച്ചോറാണ് നമ്മുടേത്. കാരണം ഒരു 100 കൊല്ലം മുമ്പുള്ള തലച്ചോറല്ല നമ്മുടേത്. നമ്മൾക്ക് 100 കൊല്ലത്തിനിടയ്ക്ക് വെക്ടർ കാൽക്കുലസ് ചെയ്യാൻ നമ്മൾ പഠിച്ചെടുത്തു. തലച്ചോറിലെ വലയങ്ങൾ പരിണമിച്ച് വന്നതാണ്. നമുക്ക് കമ്പ്യൂട്ടർ നമ്മൾ ആവിഷ്കരിക്കാൻ നമുക്ക് സാധിച്ചു. കമ്പ്യൂട്ടർ ഇപ്പോൾ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് നമ്മളെ ക്രിയേഷനാണ്. ഇതൊക്കെ നമ്മുടെ ന്യൂറോൺ വലയങ്ങൾ വളരെ പെട്ടെന്ന് പരിണമിച്ചത് കൊണ്ട് നമുക്ക് സാധ്യമായതാണ്. അത് വളരെ പെട്ടെന്ന് പരിണമിക്കുകയാണ് നമ്മുടെ തലച്ചോറ് എന്നുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ഓർമ്മയിരിക്കേണ്ടതാണ്. അപ്പോൾ DNA ഇതെല്ലാം പതിഞ്ഞിട്ടുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ DNA. നമ്മുടെ തലച്ചോറിന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൽ കൂടുതൽ ന്യൂറോൺ വളരുന്നുണ്ടെങ്കിലും സ്ഥലമില്ല തലച്ചോറ്. കാരണം നമ്മുടെ തലയോട്ടി വലുതാകുന്നില്ല. തലയോട്ടി വലുതാകുന്നയാലേ നമുക്ക് തലച്ചോറ് ഇനിയും വലിപ്പം വയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷേ തലച്ചോറ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യ കൂടുതൽ മടക്കുകൾ ഉണ്ടാക്കുകയാണ്. നമ്മൾ മടക്ക് കൂടിക്കൂടി വരികയാണ്. ആദ്യമേ മനുഷ്യൻ്റെ കാര്യം കൂടുതൽ മടക്കുകളുണ്ട്. ഇപ്പോൾ തലച്ചോറിൻ്റെ പടം കാണും, ഒരുപാട് കുഴികൾ കാണാമല്ലോ. അകത്തേക്ക് മടങ്ങുകയാണ് കൂടുതൽ സ്പേസ് കിട്ടാൻ വേണ്ടി.
മടക്കുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും തലച്ചോറ് എന്താ വളരുന്നുണ്ട് താനും. ഇപ്പോഴത്തെ നമുക്ക് മനുഷ്യൻ ഈ പ്രസവവേദന എന്താണ് വരുന്നതെന്ന് വെച്ചാൽ തല കുറച്ച് വലുതായാണ്, ബ്രെയിൻ വലുതായിട്ടോ തല കുറച്ച് വലുതായി. അപ്പം മനുഷ്യൻ്റെ ആൾക്കുരങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അറിയാം നമ്മുടെ തല ബോഡി അനുസരിച്ച് കുറച്ച് വലുതാണ്. അപ്പോൾ അതനുസരിച്ച് ഇടുപ്പല്ല് പരിണമിച്ചില്ല. സ്ത്രീകളുടെ ഇടുപ്പല്ലിനകത്തുള്ള ഒരു ട്രയാങ്കിൾ പോലെയൊരു സ്ഥലത്തൂടെയാണ് കുഞ്ഞ് പുറത്ത് വരുന്നത്. അത് പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിനിടയ്ക്ക് ബാക്കിയുള്ള ജന്തുക്കൾക്കൊന്നും പ്രസവവേദന ഇല്ല എന്നാണ്. വേദന ഉണ്ടെങ്കിലും വളരെ കുറച്ചേ ഉള്ളൂ. അവരുടെ ഇടുപ്പല്ലും അത്രയും, അവരുടെ തലയുടെ സൈസ്, കാരണം കുഞ്ഞ് പുറത്ത് വരുന്നത് ആദ്യം തലയാണ് പുറത്ത് വരുന്നത്. അപ്പോൾ അവരുടെ ഇടുപ്പല്ലിന് ആ സ്പേസുകൾ കടന്നു വരാൻ പറ്റും. നമ്മുടെ മനുഷ്യരുടെ ഇടുപ്പല്ല് ഇപ്പോഴും ചെറുതായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ തലച്ചോറ് അങ്ങോട്ട് ആവശ്യം വന്നുകൊണ്ട് കൂടുതൽ പരിണമിക്കുകയും ചെയ്തു. അപ്പോൾ ഇടുപ്പല്ല് ഇപ്പോഴും അതേ സ്പേസിലാണ്. അതാണ് വേദന എന്നുള്ളത്, പ്രസവ വേദന എന്നുള്ളത് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. അത് സംഭവം നമ്മൾ എങ്ങനെ പറയാം എന്ന് വെച്ചാൽ പരിണാമത്തിന് കൊടുക്കുന്ന വലിയൊരു പ്രൈസാണ്. പരിണാമം കിട്ടിയത് കൊണ്ടുള്ള അതിന് കൊടുക്കുന്ന വിലയാണ് പ്രസവ വേദന എന്നുള്ളത്. യെസ്, നമ്മൾ ഒന്നാന്തരമായിട്ട് പരിണമിച്ചതിന് സ്ത്രീകൾ മാത്രം അനുഭവിക്കുന്ന വേദന, അതിന് കൊടുക്കുക വി പെയ്ഡ് എ പ്രൈസ് ഫോർ ഇറ്റ്. അതാണ് പ്രസവ വേദന എന്നുള്ളത്. അപ്പോൾ ഇടുപ്പെല്ലാം അധികം ഇപ്പോൾ പരിണമിക്കുന്നില്ല. അത് പരിണമിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇടുപ്പല്ല അവിടെ പരിണാമത്തിൽ അവിടെ സ്റ്റക്കായി നിന്ന് പോവുകയാണ്. ഇപ്പോഴും നമ്മുടെ തലച്ചോറ് ഇനിയും വികസിക്കണമെങ്കിൽ, അതുകൊണ്ടാണ് ഹോളിവുഡ് മൂവിയിൽ ഇങ്ങനെ മുകളിലോട്ട് വളർന്ന ജീവികളെ കാണിക്കുന്നത്. ഇനിയിപ്പോൾ തലച്ചോറ് വളരണമെങ്കിൽ നമ്മുടെ തല ഇങ്ങനെ കോൺ ഹെഡ് എന്ന് കളിയാക്കി വിളിക്കുന്നത്, കോൺ ഹെഡ് എന്നുള്ളത്. അതുകൊണ്ടാണ് ഹോളിവുഡ് മൂവികളിൽ ഏലിയൻസോ ഇനിയത്തെ പരിണമിച്ച മനുഷ്യരെ കാണിക്കുമ്പോൾ അവരുടെ തല ഇങ്ങനെ കോൺ ഹെഡായിട്ട് കാണിക്കുന്നത്. അത് വികൃത ഒരു രൂപമായിട്ടാണ് നമുക്ക് തോന്നുന്നത് എപ്പോഴും. അപ്പോഴും തലച്ചോറ് പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തലയോട്ടി എങ്ങനെ ഇതിൻ്റെ കൂടെ മാറും എന്നുള്ളതൊക്കെ ഇപ്പോഴത്തെ ചോദ്യമാണ്. യെസ്, ഇനിയത്തെ ആൾക്കാർക്ക് അതറിയാൻ പറ്റിയേക്കും. നമ്മൾ അധികം താമസിയാതെ മണ്ണടിയുന്നവരായതുകൊണ്ട് നമ്മളത് കാണാൻ പോകുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമ്മൾ ആകപ്പാടെ ഇതൊരു കഥയായിട്ട് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ആൻ അമേസിങ് സ്റ്റോറി എന്ന് വേണം പറയാൻ. ഇറ്റ്സ് ആൻ അമേസിങ് സ്റ്റോറി ഹാപ്പനിങ്. നമ്മളതിൻ്റെ ഒരു ജംഗ്ഷനിൽ കൂടെ കടന്നു പോകുന്നവർ മാത്രമാണ്. അപ്പം ഈ രക്തശുദ്ധിയിൽ നിന്ന് നമ്മൾ രക്തത്തിൻ്റെ ഒരു അനന്ത സാധ്യതകളിലും അനന്ത കലവറയിലേക്കും, അല്ലെങ്കിൽ ഒരു ഈ പ്രപഞ്ചത്തിൻ്റെയോ അല്ലെങ്കിൽ ലോകത്തിൻ്റെയോ ഈ സ്പീഷീസിൻ്റെ തന്നെയോ അല്ലെങ്കിൽ പരിണാമസിദ്ധം തന്നെ ഒരു അക്ഷയ ഖനി അല്ലെങ്കിൽ ഡേറ്റ ബാങ്ക് സൂക്ഷിച്ചിരിക്കുന്ന ഒരു DNA-യിലേക്കോ ഒക്കെ നമ്മൾ എത്തുകയാണ്. അപ്പം ഈ ഒരു മാറ്റം ഇപ്പോഴും നമ്മൾ അതിന് എത്ര ശതമാനം നമ്മളതിൽ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ എത്തി എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ തന്നെ ഈ വർഷത്തെ നോബൽ പ്രൈസിൽ mRNA അതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ വീണ്ടും ഇനി അതിൽ കൂടുതൽ ബയോളജി എന്ന് പറയുന്നത് അടുത്ത ഒരു 100 വർഷം കൂടി എങ്കിലും റിസർച്ചും അതിൽ പുരോഗമിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ഒരു നൂറ്റാണ്ട് തന്നെ ബയോളജിയുടെ അല്ലെങ്കിൽ ബയോടെക്നോളജിയുടെ, ബയോളജിയുടെ റീ എഞ്ചിനീയറിംഗിന്റെ, ക്രിസ്പർ ഒക്കെ അതിന്റെ തുടക്കമാണെന്നുള്ളൂ. അപ്പോൾ ഇതിന്റെ അകത്ത് ഇരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഒരു മനുഷ്യൻ എന്നതിന് ഒരു ബയോ എഞ്ചിനീയർ ആയിട്ടുള്ള ഒരു കാലത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ അതിന്റെ തുടക്കമായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ പ്രപഞ്ച സത്യങ്ങൾ തേടി നമ്മൾ പ്രപഞ്ചത്തിലേക്ക് പോകുന്നതിന് പകരം നമ്മുടെ മൂലകോശങ്ങളിലേക്കോ നമ്മുടെ DNA-യിലേക്കോ ഫർദർ സഞ്ചരിച്ചാൽ മതിയാവാം. അതാണ് പ്രപഞ്ച സത്യം തന്നെ. നമ്മുടെ DNA-യിലാണ് ഇതെല്ലാം ആലേഖനം ചെയ്തിരിക്കുന്നത്. ഈ ചരിത്രം മുഴുവൻ ആലേഖനം ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ DNA-യിലുള്ളത്. നമ്മുടെ DNA-യിൽ ഒരുപാട് ബാക്ടീരിയൽ DNA ആണ്, ഒരുപാട് ബാക്ടീരിയ DNA അതേപടിയുണ്ട്. പല എൻസൈംസിൻ്റെ DNA ബാക്ടീരിയയിലുള്ള അതേപടിയാണ്. അപ്പോൾ ഈ ചരിത്രമെല്ലാം അവിടെ ആലേഖനം ചെയ്ത വലിയൊരു മാലയാണ് DNA, വലിയ നീളമുള്ള മാല. നമ്മുടെ ഒരു കോശത്തിലെ DNA വലിച്ച് എടുക്കുകയാണെങ്കിൽ അതിന് ഒരു 2 കിലോമീറ്റർ നീളം കാണുന്നതാണ് പറഞ്ഞത്. അത്രയും നീളത്തിലുള്ളതാണ് ചരിത്രം രേഖപ്പെടുത്തി വെച്ചിരിക്കുക DNA-യിൽ. അപ്പോൾ അതും നമ്മൾ പതുക്കെ അത് അഴിച്ചെടുത്ത് നോക്കി തുടങ്ങിയിട്ടുണ്ട് എന്നതേ ഉള്ളൂ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ശാസ്ത്രം എന്നുള്ളതിൻ്റെ അവാന്തര വിഭാഗങ്ങളുടെ പേര് മാറിക്കൊണ്ടിരിക്കുക. അപ്പം നോബൽ പ്രൈസിനെ കുറിച്ച് പറഞ്ഞു. നോബൽ പ്രൈസ് കമ്പ്യൂട്ടർ പഠനങ്ങൾക്കാണ് നോബൽ പ്രൈസ് കിട്ടിയത്. അത് എവിടെ കൊടുക്കണം എന്നറിയാൻ മേലെ ചിലത് കെമിസ്ട്രിയിൽ ഉൾപ്പെടുത്തി, ഫിസിക്സിൽ ഉൾപ്പെടുത്തി, മെഡിസിനിൽ ഉൾപ്പെടുത്തുക. നമ്മൾ തന്നെ അന്തം വിട്ടു പോവുകയാണ്. നമ്മുടെ തന്നെ പരിണാമത്തിൽ നമ്മൾ തന്നെ അന്തം വിട്ടുപോയി കഴിയുക. നോബൽ പ്രൈസ് തീരുമാനിക്കപ്പെട്ട കാലത്ത് അന്ന് ഈ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയോ അല്ലെങ്കിൽ മെഡിസിനേ ഉള്ളായിരുന്നുള്ളൂ. ഇപ്പോഴത് മാറിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ പഠനങ്ങളെ എവിടെ വെക്കണം എന്നായി. അങ്ങനത്തെ
സന്നിഗ്ധ ഘട്ടങ്ങളിൽ കൂടെ നമ്മൾ തന്നെ സൃഷ്ടിച്ച ഘട്ടങ്ങളിൽ കൂടെ നമ്മൾ സന്നിഗ്ധാവസ്ഥയിൽ കൂടെ നമ്മൾ കടന്നു പോകുന്ന എന്നുള്ളതാണ്. അതെ അതാണ് ഇതിൻ്റെ മെരിറ്റും. അതെ അപ്പം നമ്മൾ ദൂരം നിന്നത് നോക്കി കാണുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അത് നോക്കി കണ്ട് അത് ഒരു വാവ് ഫാക്ടർ എന്ന് പറയും. നമ്മൾ നോക്കിക്കണ്ട് വാവ് എന്ന് പറയുക, അത് തന്നെ, അത് മാത്രമേ നമുക്ക് സാധ്യമുള്ളൂ എപ്പോഴും, അല്ലാതെ ഒന്നുമില്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തിലേക്ക് പുറത്തേക്ക് നോക്കുന്ന പോലെ തന്നെ അകത്തേക്ക് നോക്കുന്ന ഒരു കാലത്തേക്കാണ് ഇനി നമ്മൾ സഞ്ചരിക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും. അല്ല, പ്രപഞ്ചത്തിന് പുറത്തോട്ട് നോക്കാം. ബ്ലാക്ക് ഹോളിനെ കുറിച്ചും നമ്മുടെ ആവിർഭാവത്തെക്കുറിച്ചും ഇതൊരു കാലത്ത് അതെല്ലാം കൂടി ഇങ്ങനെ ഒരു ബ്ലാക്ക് ഹോളിലേക്ക് നമ്മൾ പ്രപഞ്ചം അങ്ങനെ പോകും എന്നാണ് പറയുന്നത്. ദ ബിഗ് ബാങ് വരുന്നു. കഴിഞ്ഞ 100 വർഷത്തെ ഒരു കണ്ടെത്തലുകൾ, അതേപോലെയുള്ള കണ്ടെത്തലുകൾ നമ്മുടെ ഉള്ളിലേക്ക് കണ്ടെത്താനിരിക്കുന്നു. ഇനി ഉള്ളിലേക്ക് കണ്ടെത്താൻ അതേ പുറത്തേക്കും തന്നെ. എന്നാണ് ബിഗ് ബാങ്, അടുത്ത ബിഗ് ബാങ് വന്ന് ഈ പ്രപഞ്ചം ഇങ്ങനെ ബ്ലാക്ക് ഹോളായി മാറുന്നു എന്നുള്ളതും ഒരു സാധ്യതയാണ്. പക്ഷേ ആരും മനുഷ്യർ എപ്പോഴും കാണുമോ എന്നറിയാൻ വയ്യ, നമുക്കറിയാൻ വയ്യ. പക്ഷേ ആകെപ്പാടെ നോക്കുമ്പോൾ വളരെ എക്സൈറ്റിംഗ് ആണ് താനും. ഇങ്ങനത്തെ കാഴ്ചപ്പാട് നമ്മൾ ഉണരുമ്പോൾ അത് വളരെ എക്സൈറ്റിംഗ് ആണ്. ഇറ്റ്സ് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് അവിടെയാണ് ശാസ്ത്രവും ക്രിയേറ്റിവിറ്റിയും തമ്മിൽ ഒന്നിച്ച് ചേരുന്നത്. അവിടെയാണ് ശാസ്ത്രവും ഭാവനയും തമ്മിൽ ഒന്നിച്ച് ചേരുന്നത് ഇത്തരം ആലോചനകളിലാണ്. അതാണ് ഇത്തരം ചിന്തകളുടെ മെരിറ്റ് അവിടെയാണ്. ഭാവനയും ശാസ്ത്രവും സത്യവും മിഥ്യയും എല്ലാം കൂടെ ഒന്നിച്ചേരുകയാണ്. ഇപ്പോഴും പറഞ്ഞ പോലെ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് എന്നുള്ള ആശയം വരികയാണ്. ഒരു സമയത്ത് ഒരാൾക്ക് ഇവിടെയും ഒരാൾക്ക് വേറെടുത്തും, അല്ലെങ്കിൽ ഒരു സമയത്ത് ഒരാൾക്ക് മറ്റൊരു ദൂരെയുള്ള ആളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നൊക്കെയാണ് ക്വാണ്ടം ഫിസിക്സ് നമ്മളോട് പറയുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഇളം മനസ്സിന് മനസ്സിലാകുന്ന പോലും ഇല്ല എന്നുള്ള രീതിയിലാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ മാറാൻ പോവുകയാണ്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വരാൻ പോവുകയാണ്. ഇപ്പം തന്നെ അതിൻ്റെ തുടക്കം വന്നു കഴിഞ്ഞു. യാസ്, ഇതേതായാലും മുൻപോട്ട് പോകും. നമ്മൾ എന്ത് ശഠിച്ചാലും, നമ്മൾ പുറകോട്ട് വലിക്കാൻ ശ്രമിച്ചാലും അങ്ങനെ പോകാതെ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റും എല്ലാം നമ്മളിപ്പോൾ അറിയുന്നേ ഉള്ളൂ. പ്രപഞ്ചം നടന്നുകൊണ്ടിരിക്കുന്നതിന് എങ്ങനെയെന്ന് അറിയുന്നേ ഉള്ളൂ എന്നാണ്. അത് പറഞ്ഞ പോലെ നമ്മൾക്ക് ഇത് നോക്കി വാവ് എന്ന് പറയാൻ അല്ലാതെ അത് മാത്രമേ ഉള്ളൂ. മേ ബി ഒരു പുതിയ നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ എന്നിടത്താണ് നമ്മൾ അവസാനിപ്പിക്കാൻ പോകുന്നത്. അത് കാവ്യാത്മകമാണ്. അത് വളരെ കവിതാമയമാണ് വാസ്തവത്തിൽ. അവിടെ തന്നെയാണ് തുടങ്ങുന്നത്, അവിടെ അവസാനിപ്പിക്കുന്നത്. അത് പക്ഷേ നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ ഒരു ചെറിയൊരു ഭാഗമായ മനുഷ്യൻ്റെ ചിന്ത മാത്രമാണിത്. അത്രയും വലിയ പ്രപഞ്ചത്തിൽ ഈ ക്വാണ്ടം മുഴുവൻ, സങ്കല്പം മുഴുവൻ ഇതിനെ വലിയൊരു പ്രപഞ്ചമായിട്ട് സങ്കല്പിച്ചാണ് ഈ ക്വാണ്ടം ഐഡിയ മുഴുവനും. പ്രപഞ്ചം എന്നുള്ള, അല്ലാതെ ചെറിയ മനുഷ്യരെക്കുറിച്ചോ അല്ലെങ്കിൽ വൈറസിനെ കുറിച്ചോ ബാക്ടീരിയയെക്കുറിച്ചോ ഉള്ളതല്ല, പുഴുവിനെക്കുറിച്ചോ എന്നുള്ളത്. എല്ലാം ഈ പ്രപഞ്ചം, അതിൻ്റെ ഒരു ഭാഗം നമ്മൾ എന്ന രീതിയിലാണ് ഈ ക്വാണ്ടം ഐഡിയ മുഴുവൻ പോകുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റായിട്ട് ചേഞ്ച് ചെയ്യാൻ പോകണം. നമ്മുടെ ഭാവനകളെയും ശാസ്ത്രത്തെയും തിങ്കിങ്ങിനെയും എല്ലാം, സാഹിത്യത്തെയും കലകളെയും മാറ്റിമറിക്കാൻ പോകുന്നതാണ് ക്വാണ്ടം മെക്കാനിസം, ക്വാണ്ടം തിങ്കിങ്ങും. യെസ്. അപ്പം അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായും അതിന് ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ് നമുക്ക് നിൽക്കാം. ആശ്വസിക്കാം. തീർച്ചയായും. അത് ആശ്വാസമാണോ അതെയോ അത് എന്താണെന്ന് ചോദിച്ചാൽ ആശ്വാസം, ഓക്കെ, ഒരു ഡെഫിനിഷൻ ആശ്വാസം, അഹം ബ്രഹ്മാസ്മി ആശ്വാസമാണ്. യെസ്, അതിലേക്ക് സയൻസ് എത്തി എന്നുള്ളത്. യെസ്, സയൻസ് എത്തി എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അതിനകത്തൊരു ഡിസ്കണക്ട് ഉണ്ടായിരുന്നു കുറച്ചു കാലം. ഇപ്പോൾ അതിലേക്കാണ് തിരിച്ചു വന്നെന്നുള്ളത്. അതെ അത് പ്രാചീന കാലത്ത് ആൾക്കാർ തന്നെ ആകാശത്തേക്ക് നോക്കി തോന്നിയതാണ് ഈ പ്രപഞ്ചത്തിന്റെ ഞാൻ തന്നെയാണ്. അതെ ഞാൻ തന്നെയാണ് പ്രപഞ്ചം, ഈ പ്രപഞ്ചം തന്നെ ഞാനാണ്, ദൈവവും ഞാനാണ് എന്നത്. മനുഷ്യരാണ് ദൈവമാണ് മനുഷ്യൻ എന്നുള്ള ഇതെല്ലാം അതിൽ നിന്ന് വന്നതാണ്. അതെ ബ്രഹ്മം തന്നെ അതാണ്, നമ്മൾ ബ്രഹ്മം കുടികൊള്ളുക എന്നുള്ളത് അത് സത്യമാണ് താൻ. ബ്രഹ്മത്തിൻ്റെ ഒരു ഭാവം നമ്മളിലുള്ള, ബ്രഹ്മം നിർമ്മിച്ചതാണ് നമ്മളുടെ ശരീരം, നമ്മുടെ മനസ്സും. അപ്പോൾ അതെ, അഹം ബ്രഹ്മാസ്മിയും തന്നെ പറഞ്ഞ് നിർത്താവുന്നതാണ് സംഗതി. അപ്പോൾ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ നമുക്ക് താങ്ക് യു സർ. താങ്ക് യു.